ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥിനികളുടെ മിമിക്രി മത്സരം വേദിയിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു മിമിക്രി കലാകാരി നയന മണികണ്ഠൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് എന്തായാലും വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നയന എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂർ. എങ്ങനെയുണ്ടായിരുന്നു മിമിക്രിയൊക്കെ? നന്നായിരുന്നു. ആദ്യമായിട്ട് വന്നതിൻ്റെ ഒരു പേടിയുണ്ട്. ആദ്യമായിട്ടാണ് ഇപ്പോൾ മത്സരത്തിൽ? ആദ്യമായിട്ടാണ്. എന്ത് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറാണോ? അല്ല, ഒരു സംസ്ഥാനത്ത് ആദ്യമായിട്ട് വന്നത്. എങ്ങനെയാണ് ഇപ്പം ഇതിന് മുൻപൊക്കെ എങ്ങനെയാണ് ഈ ഒരു അങ്ങനെ പറഞ്ഞ 9ലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ മുന്നേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആനിവേഴ്സറിക്ക് ആയാലും സ്കൂളിൽ അങ്ങനെ അവിടുത്തെ ഉത്സവത്തിനായാലും അങ്ങനെ ചെയ്യലാണ്. എങ്ങനെയാണ് സ്കൂളിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു ഇവൻ്റ് എപ്പോഴായിരുന്നു? ഞാൻ 9ൽ പഠിക്കുമ്പോൾ അന്നാണ് ആദ്യമായിട്ട് വരുന്നത് മിമിക്രി എന്ന് പറഞ്ഞിട്ട്. ഉപജില്ല പോയി ജില്ല വരെ പോയിട്ടുള്ളൂ. 9ലും 10ലും. +1 സ്റ്റേറ്റ് വരെ. +1ലാണ് ഇപ്പോൾ സ്റ്റേറ്റിലെത്തി നിൽക്കുന്നത് അല്ലേ? എന്താ തോന്നുന്നത് ഈ ഒരു മൊമെൻറ്റിൽ? നല്ല സന്തോഷമുണ്ട്. ഇങ്ങനെയാണ് ആരാണ് പഠിപ്പിച്ചത് മിമിക്രിക്ക്? എൻ്റെ അച്ഛൻ മുന്നേ ചെയ്യായിരുന്നു. അതങ്ങനെ കേട്ടാണ് പഠിച്ചത്. അച്ഛൻ ഒരു മിമിക്രിക്കാരനായിരുന്നു? അതെ, അച്ഛൻ മിമിക്രി ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം എത്ര വയസ്സിലാണ് ഇപ്പോൾ ഒരു മിമിക്രിയോട് ഒരു ഭയങ്കര ഒരു ആഗ്രഹം വരുന്നത്? ഞാൻ ഒരു 2.5 വയസ്സിലാണ് മിമിക്രി ആദ്യമായിട്ട് ചെയ്യണത്. അത് അമ്മയാണ് കേട്ടതും അങ്ങനെയാണ് അറിഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന്. എന്താണ് 2.5 വയസ്സിൽ എന്താ ചെയ്തിരുന്നത് മിമിക്രി? ഇന്നിപ്പോൾ ഇവിടെ ചെയ്ത പൂച്ച കടി കൂടുന്നതില്ലേ, അതാണ് ചെയ്തത്. ഇവിടെ ഇപ്പൊ പെർഫോം ചെയ്ത ആ പൂച്ച കടി കൂടുന്നത് 2.5 വയസ്സിൽ അവിടെ വീട്ടിൽ വെച്ച് ചെയ്തു. ഞാൻ പൂച്ച കടി കൂടാന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അന്ന്. അങ്ങനെയാണ്. പിന്നെ ആദ്യമായിട്ട് അങ്ങനെ കണ്ടപ്പോൾ എന്താ തോന്നി? ഭയങ്കര സന്തോഷമായി. പിന്നെ അച്ഛനോട് പറഞ്ഞ് പിന്നെ അവരായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അച്ഛന് ഇങ്ങനെ വീട്ടിലാണോ അതോ പുറത്തെന്തെങ്കിലും കലയൊക്കെ ചെയ്തിട്ടുണ്ടോ അച്ഛൻ? അച്ഛൻ അങ്ങനെ ചെയ്യില്ല, പക്ഷെ ഇവള് ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് അത് പറഞ്ഞു കൊടുക്കാൻ അറിയാം. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന്. ഈ 2.5 വയസ്സിൽ നിന്ന് പിന്നെ ഇപ്പം ഒരു 14-15 വയസ്സ് അല്ലേ? 16 വയസ്സ് വരെ ഇപ്പം വേറെ ഗുരുനാഥന്മാരൊന്നും വന്നിട്ടില്ലേ? അതിൻ്റെ ഇടയിൽ കുറച്ച് നാൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുന്നംകുളത്തുനിന്ന്. ഇപ്പോൾ ഈ ജില്ലാ മത്സരത്തിൽ പോയപ്പോൾ ഷഫീഖ് എന്ന് പറഞ്ഞ ഒരു മാഷ്, കൊടുങ്ങല്ലൂരുള്ള ഷഫീഖ് എന്ന് പറഞ്ഞ മാഷ് എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അവിടെ ഫസ്റ്റ് കിട്ടാമെന്നുണ്ടെങ്കിൽ വേറൊരു കുട്ടീനെ പഠിപ്പിക്കാൻ വന്ന മാഷാണ്, പഠിപ്പിച്ച് കൂടെ കൊണ്ടുവന്ന മാഷാണ്. അപ്പോൾ അവൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ പരിപാടി കണ്ടപ്പോൾ എന്നെ വിളിച്ച് ഒന്നും കൂടി ചെയ്യിപ്പിച്ചിട്ട് ഇഷ്ടമായിട്ട്. അപ്പോൾ മാഷ് പറഞ്ഞു ഇനി ഇവിടെ ഫസ്റ്റ് കിട്ടാമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിലേക്ക് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു, ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഒരു ഓഫറും കൂടി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പം ഫ്രീ ആയിട്ട് മാഷ് പഠിപ്പിച്ചു തരാമെന്നുള്ള വലിയൊരു ഓഫറും കൂടി നിൽക്കുന്നുണ്ട് അല്ലേ? ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ ഇവിടേക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരാമെന്ന്. അപ്പോൾ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ മാഷാണ് ഇപ്പോൾ പഠിപ്പിച്ചത്. മാഷ് ഇങ്ങനെ വാട്സപ്പിൽ ഓരോ വോയിസ് അയച്ചു തരും, എന്നിട്ട് ഇങ്ങനെ ചെയ്യേണ്ടേ അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ